ഏരൂർ തെക്കേവയൽ ഏലായിൽ മീൻ വളർത്തൽ കുളം നിർമ്മിക്കുന്നതിന്റെ പേരിൽ അനധികൃത ഇഷ്ടികക്കളം പ്രവർത്തിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം. ഇഷ്ടികക്കളത്തിന്റെ പ്രവർത്തനം നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വില്ലേജ് ഓഫീസർ നിർത്തിവെപ്പിച്ചിരുന്നതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി അനധികൃത പ്രവർത്തനം വീണ്ടും ആരംഭിച്ചതിനെ തുടർന്ന് പരിസരവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഇതേ തുടർന്ന് പോലീസ് ഇഷ്ടികക്കളത്തിന്റെ പ്രവർത്തനം വീണ്ടും നിർത്തിവെപ്പിച്ചിരിക്കുകയാണ്. ഇഷ്ടികക്കളത്തിന്റെ പ്രവർത്തനം മൂലം തെക്കേവയൽ പട്ടികജാതി കോളനിയിലെ 50ഓളം കുടുംബങ്ങൾ കുടിവെള്ളക്ഷാമം അനുഭവിച്ചു വരികയാണെന്നും ചുടുകട്ടയുടെ നിർമ്മാണം പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതായും പ്രദേശവാസികൾ അഭിപ്രായപ്പെടുന്നു. ഇഷ്ടിക കമ്പനിയുടെ മറവിൽ രാത്രികാലങ്ങളിൽ ഇവിടെ മദ്യസേവയും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമാണ് നടക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഒരു 10-60 കുടുംബങ്ങളോളം ഈ ഒരു കോളനിയിൽ താമസിക്കുന്ന ഒരു ഏരിയയാണിത്. അപ്പോൾ ഈ ഒരു ചൂളയുമായിട്ട് ബന്ധപ്പെട്ട് ചൂളയുടെ ഒരു കുളം വന്നതിൽ ബന്ധപ്പെട്ട് ഈ ഏരിയയിലെ കുടിവെള്ളം മൊത്തത്തിൽ നിലച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ജനജീവിതം മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമാണത്, ഈ കുടിവെള്ളം നിലച്ചിരിക്കുക എന്നുള്ള ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട്. മറ്റ് ഇവിടെ ആൾക്കാർക്ക് പരിസരത്തൂടെ 2 സൈഡിലൂടെ വഴിയുള്ളതാണ്, റോഡും ഉണ്ട് വഴിയും ഉണ്ട്. ആ വഴിയെല്ലാം അടച്ച് ഇയാൾ അവിടെ മൊത്തം വാഴ, ഒരു സൈഡ് മൊത്തം വാഴ നട്ട്. അതിലെ കൂടെ ഇപ്പോൾ ഒരാൾക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഒക്കത്തില്ല. ആ വാഴക്ക് ഓടിച്ചു കഴിഞ്ഞാൽ അയാൾ മറ്റുള്ള രീതിയിൽ പ്രതികരിക്കുക. മറ്റുള്ള രീതിയിലെന്ന് വെച്ചാൽ ഇവിടെ കള്ളക്കേസ് കൊടുക്കുക, ഇവിടെയുള്ളവരുടെ പേരിൽ കള്ളക്കേസ് കൊടുക്കുക. പിന്നെ മദ്യം കൊണ്ടുവന്ന് ഇവിടെ കട്ട ആർക്കുന്നവർക്ക് കൊടുക്കുക. അത് കൊടുത്തിട്ട് ഇവിടെ കട്ടയർപ്പല്ല നടക്കുന്നത്, തെറികളാണ് ഇവിടെ നടക്കുന്നത്. അനധികൃതമായി പ്രവർത്തിച്ചു വരുന്ന ഇഷ്ടിക കമ്പനി CPM നേതാക്കളുടെ ഒത്താശയോടെ നടക്കുന്നതാണെന്നും മീൻ വളർത്തൽ കുളത്തിന്റെ പേരിൽ ഇതിന്റെ പ്രവർത്തനം തുടർന്നാൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഏരൂർ സുഭാഷും മണ്ഡലം പ്രസിഡന്റ് വേണുഗോപാലും വ്യക്തമാക്കി. അവന് വാഴകൃഷിക്ക് സംരക്ഷണമേകാൻ 10 കൊട്ട മണ്ണിട്ടപ്പോൾ അതിനെ തടയാൻ KSKTUവിന്റെ കൊടി കെട്ടിയ ആളുകൾ, KSKTUവിന് ശക്തമായ വേരോട്ടമുള്ള ഈ പ്രദേശത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഇവിടെ ഈ മണ്ണെടുപ്പും ഇതര പരിപാടികൾ നടക്കുന്നത്. ഇപ്പോൾ ഏരൂരിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ സാമ്പത്തിക സ്രോതസ് യഥാർത്ഥത്തിൽ ഈ ബിനാമി ഇടപാടിൽ നടക്കുന്ന ഇത്തരം പരിപാടികളാണ്. ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരും. ഇവിടെ ഈ തരത്തിലുള്ള അനധികൃതമായ പരിപാടികൾ ആരുടെ ഒത്താശയോടെ നടന്നാലും അത് നടക്കാൻ കോൺഗ്രസ് അനുവദിക്കില്ല. ഈ പട്ടികജാതിക്കാരുടെ അവരുടെ ക്ഷേമത്തിന് വേണ്ടി, അവരുടെ ജീവിത സൗകര്യങ്ങൾ, അവർക്ക് അത്യാവശ്യം അവരുടെ കുടിവെള്ളം മുട്ടിക്കുന്ന ഈ പരിപാടി മാർക്സിസ്റ്റ് പാർട്ടി തടഞ്ഞതിനെതിരായി അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസ് ഈ പട്ടികജാതി കോളനിയിലെ ആളുകൾക്കൊപ്പം ഈ നാട്ടുകാർക്കൊപ്പം ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.